മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ കണ്ടത് മുതൽ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരൊറ്റ രാത്രി ഇരുന്ന് പഠിച്ചുകൊണ്ട് 11 ചാപ്റ്റർ കവർ ചെയ്ത് ഞങ്ങൾ എങ്ങനെ A+ എത്തും. സോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. സോ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്താക്കാം, മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാം. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാറേ? അത് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വന്ന മോഡൽ എക്സാമിന്റെ വെയിറ്റേജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ചാപ്റ്റർ ഒഴിവാക്കിയാലും നമ്മുടെ ഫുൾ മാർക്ക്. സോ ഈ സ്ട്രാറ്റജി മുഖേന പഠിച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്താക്കാം, മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. നമ്മളിവിടെ തന്നിരിക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡൽ 2023 മോഡൽ 2024 വന്നിരിക്കുന്ന വെയിറ്റേജ് ആണ്. സാറ് പറഞ്ഞുതരും ഈ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ ഈ ടേബിളിലേക്ക് നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓരോ ചാപ്റ്ററിന്റെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് ചാപ്റ്ററിന് 2 മാർക്കിന്റെ ഒരു ചോദ്യം, 3 മാർക്കിന്റെ 1, 4ന്റെ 1, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആകെ 14 മാർക്കിനാണ് 2023 ക്വസ്റ്റ്യൻ വന്നത്. 2024 അതേപോലെ തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 1 by 1 ഓരോ ചാപ്റ്റർ വൈസ് നോക്കിയാൽ ഓരോന്നിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല. ഒരു കാര്യം ചെയ്തു സാറേ, മാറി കൊടുക്കാം. വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ. നമ്മൾ മാറി വരുന്നുണ്ട്. ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സ്ക്രീൻഷോട്ട്. നെക്സ്റ്റ് സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് ആണ്. സെയിം പാറ്റേൺ തന്നെയാണ് 23 24 വരുന്നത്. പിന്നെ പാറ്റേൺ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിന്റെ പാറ്റേൺ ക്വസ്റ്റ്യൻ എക്സ്ട്രാ. സ്ക്രീൻഷോട്ട് അഗെയിൻ. സോ ഇതാണ് നിങ്ങൾ പാറ്റേൺ മനസ്സിലാക്കേണ്ടത്. ഈ 2 ടേബിൾ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് വെയിറ്റേജിൽ ഡിഫറൻസ് വരുന്നത് ഏതാന്ന് വെച്ചാൽ സർക്കിൾസും ടാൻജൻസും. നിങ്ങൾ സർക്കിൾസും ടാൻജൻസും കമ്പൈൻ ചെയ്ത് കാണുക. സർക്കിൾസ് ടാൻജൻസ് കമ്പൈൻ ചെയ്താകുമ്പോൾ 23 വരുന്ന കമ്പൈൻഡ് മാർക്ക് 24ഉം 24 വരുന്ന കമ്പൈൻഡ് മാർക്ക് 23ഉം. നല്ലൊരു 24 മാർക്കും 23 മാർക്കും. ഇതാണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ. അല്ലെങ്കിൽ സർക്കിൾസ് മാത്രമാകുമ്പോൾ വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. 12 5 ആയിട്ട് മാറുന്നുണ്ട്. ശരിക്കും നിങ്ങൾ സർക്കിൾസും ടാൻജൻസും ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് 23 24 മാർക്ക് 2 ചാപ്റ്ററിലും കൂടെ. മെയിൻ വ്യത്യാസം അതിൽ മാത്രമാണ്. പിന്നെ ട്രിഗ്നോമെട്രിയിൽ 1 മാർക്ക് വ്യത്യാസമാണ് വരുന്നത്. അത് നിങ്ങൾ വല്ലാതെ പരിഗണിക്കേണ്ട. ബാക്കിയൊക്കെ എക്സാക്ട്ലി ഡിറ്റോ ആണ് വെയിറ്റേജ് വരുന്നത് അല്ലെ. സെയിം വെയിറ്റേജ് ആണ്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 29 ക്വസ്റ്റ്യൻസ് ആണ്. അതെ, 29 ക്വസ്റ്റ്യൻ എല്ലാം കൂടെ 110 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. 80 മാർക്കാണ് ഫുൾ മാർക്ക് വേണ്ടത്. സോ 30 മാർക്ക് അവിടെ കിടക്കാലോ. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് 3 മാർക്കാണെങ്കിൽ സാറേ 4 ക്വസ്റ്റ്യൻസ്, 4 മാർക്കാണെങ്കിലോ 8 എണ്ണം, 5 മാർക്കാണെങ്കിലോ 6 ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഈ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഈ പാറ്റേൺ മനസ്സിലാക്കി ഈ വെയിറ്റേജും അനലൈസ് ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഭയങ്കര ആഗ്രഹിക്കും മോഡൽ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവും. ഈ പേപ്പർ വീട്ടിൽ കാണിക്കാൻ പറ്റുന്ന അവസാനത്തെ എക്സാം ആണ്. നിങ്ങൾക്ക് തന്നെ എന്താക്കാം, ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ ചൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഫുൾ മാർക്ക് വീട്ടുകാർക്ക് പേപ്പർ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ലേ പബ്ലിക് എക്സാമിന് പോകുന്നതിന് മുന്നേ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മോഡൽ എക്സാമിന്. സോ പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇവര് ഫുൾ ചാപ്റ്റർ വരെ ചൂസ് ചെയ്യണ്ട. കുറച്ച് നമുക്കൊരു ജംപ് സ്റ്റാർട്ട് കൊടുക്കണ്ട സാറേ. തീർച്ചയായും ആ ജംപ് സ്റ്റാർട്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു 5 ചാപ്റ്റേഴ്സ് നമ്മൾ നിങ്ങളോട് 100% ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. അത് ഓൾറെഡി നിങ്ങൾക്കും സിമ്പിൾ ചാപ്റ്റേഴ്സ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ പഠിച്ചതായിരിക്കും. ബാക്കി 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആയിരിക്കില്ല അഖിൽ സാർ ഇഷ്ടമുള്ളത്, ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഓരോരുത്തരും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഞങ്ങൾ ഇവിടെ തരികയാണ്. സോ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് നമ്മൾ പറയുന്നത് സാറേ? മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകളിൽ ഒന്ന് അരിത്മെറ്റിക് സീക്വൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും ഫേവറേറ്റ് ഉള്ള ചാപ്റ്റർ ആണ്. 14 മാർക്ക് വന്നേ സാറേ. 14 മാർക്ക് അവിടെ എത്തിച്ചോ. ഓക്കെ, 14 മാർക്ക് അരിത്മെറ്റിക് സീക്വൻസ് മാത്രം. ഇനി സർക്കിൾസും ടാൻജൻസും ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ 23 24 മാർക്കിലെ 23 24 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 24 മാർക്ക് ഒന്ന് കുറച്ച് എഴുതണോ? 24 ആയിക്കോട്ടെ സാർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ മാത്തമാറ്റിക്സ് ചാൻസസ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സിമ്പിൾ ചാപ്റ്റർ 6 മാർക്ക് വരുന്നുണ്ട്. 6 മാർക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി. ഭയങ്കര പണിയാണ്, പല മക്കളും ഡിപ്പെൻഡ് ആണ്. ചില ആൾക്കാർ സിമ്പിൾ പറയും, ചില ആൾക്കാർ ടഫ് പറയും. അവർക്ക് വിട്ടെടുക്കും. എല്ലാവരും എളുപ്പം പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതേതാ ചാപ്റ്റർ? സ്റ്റാറ്റി ആയിരിക്കും സാറേ. തീർച്ചയായിട്ടും സ്റ്റാറ്റി. അത് ഞങ്ങൾ എന്തായാലും കൊടുക്കട്ടോ. പിന്നെ പറയുന്നു ടാൻജൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ ഉള്ളത്? സ്റ്റാറ്റിൽ 7 മാർക്ക് ഉണ്ട്. അതും കൂടി ആഡ് ചെയ്യാം സാറേ. ഒരു 7 മാർക്ക് ആഡ് ചെയ്തു. ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതേതാ ക്വസ്റ്റ്യൻ? എല്ലാവരും വേഗം പറഞ്ഞ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ.
5 മാർക്ക്. 5 ജസ്റ്റ് ഒന്ന് പാറ്റേൺ നോക്കിയാൽ സീക്വൻസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷെ 100% ഉറപ്പിച്ച് പറയാനില്ല, അങ്ങനെ എല്ലാതെയും വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പാറ്റേൺ അനലൈസ് ചെയ്താൽ 5 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. ഒരു 5 മാർക്ക് അങ്ങനെയും പാറ്റേൺ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 5 മാർക്ക്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? ഒരു 56 മാർക്സ് ആയില്ലേ സാറേ? അതിൽ മോള് 38, 38, 44, 44, 51, 56 മാർക്ക്. അതായത് 56 മാർക്ക് നിങ്ങൾ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ സ്കോർ ചെയ്തു. നമുക്ക് A+ലേക്ക് വേണ്ടത് 72 ആണ്. പിന്നെ അതേപോലെ ഫുൾ മാർക്കിലേക്ക് 80 ആണ്. സോ 24 മാർക്കും കൂടി നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ഇനി നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ട് 6 ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ നിങ്ങൾ എന്താക്കുക, ചൂസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരു 56 മാർക്ക് അല്ലേ സാർ? ഒന്ന് ഇതിച്ചു 56 മാർക്ക് ഇപ്പൊ ഉള്ളത് 56. നമുക്ക് ഇനി എത്രയിലേക്ക് 6 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എന്താക്കാൻ വേണമെങ്കിൽ ട്രിഗ്നോമെട്രി ഇഷ്ടമുള്ള ട്രിഗ്നോമെട്രി എടുക്കാം. അല്ലാതെ ഇപ്പൊ നമ്മൾ ആകെ 5 ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൂ. 56 മാർക്ക് സാറേ. അവർക്ക് ഇനി 24 മാർക്ക്. 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ചില നിങ്ങൾക്ക് വിട്ടുതരാണ്. ട്രിഗണോമെട്രി വേണ്ട ഒരു അത് അതല്ലെങ്കിൽ അപ്പുറത്ത് ഭാഗത്ത് പോയ മാഷ അടുത്ത സെക്കൻഡ് ചാപ്റ്റേഴ്സ് അതിൽ നിങ്ങൾക്ക് എന്താക്കാം, സോളിഡ്സോ അല്ലെങ്കിൽ ജോമെട്രി ആൻഡ് ആൾജിബ്ര. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം. ജോമെട്രി ആൻഡ് ആൾജിബ്ര പഠിക്കുന്നവരാണെങ്കിൽ കോർഡിനേറ്റ്സ് അതിന്റെ കൂടെ ചേർത്ത് പഠിച്ചാൽ കേട്ടോ. 20 മാർക്കായി. അതന്നെ 20 മാർക്കായി. A+ ആയി കഴിഞ്ഞു. കോർഡിനേറ്റ്സും ജോമെട്രി ആൻഡ് ആൾജിബ്രയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് 20 മാർക്കായി. നിങ്ങൾക്ക് A+ എത്തി കഴിഞ്ഞു. സോ ഇങ്ങനെ നിങ്ങൾ എന്താക്കുക, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തുണ്ടാക്കുക. അടിപൊളിയിൽ പഠിച്ചിട്ട് എന്തായാലും മോഡൽ എക്സാമിന് ഒരു എന്താക്കാൻ പറ്റും, ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റുമെന്ന്. A+ അല്ല പറഞ്ഞത്, 5 മാർക്ക് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും എത്തിയത്. 5 മാർക്കിൽ 5 ചാപ്റ്റർ ഉണ്ട്. അതിന്റെ ഇടയിലേക്ക് ഒരു 2 ചാപ്റ്ററും കൂടെ നിങ്ങൾ 2-3 ചാപ്റ്റർ ആഡ് ചെയ്താൽ മതി. സോ നമ്മൾ പറയുന്നത് 3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഇതുപോലെ തന്നെ ആയിരിക്കും പബ്ലിക് എക്സാമിന് വരുമെങ്കിലും ഞങ്ങൾ ഒരിക്കലും പറയില്ല ഒരു കാരണവശാലും ഈ രീതിയിൽ പബ്ലിക് എക്സാമിന് പഠിക്കരുത്. റിസ്ക് എടുക്കരുത്. കാരണം ചില ചാപ്റ്റേഴ്സ് മേ ബി ടഫുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് അല്ല. അതുമല്ല, ഇത്രയും കുറഞ്ഞ ചാപ്റ്റർ പഠിച്ച A+ എത്തുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻ വരുന്ന സമയത്ത് ഭയങ്കര ധൈര്യമായിരിക്കും. സോ നിങ്ങൾ എന്താക്കുക, പബ്ലിക് എക്സാമിന് ഇത് സമയം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ പബ്ലിക് എക്സാമിന് ഈ റിസ്ക് എടുക്കരുത്. കാരണം പബ്ലിക് എക്സാമിന് ഒരുപാട് സമയം വരുന്നുണ്ട്. സോ മൊത്തം പഠിച്ചിരിക്കണം. ഇങ്ങനെ പഠിച്ച് നിങ്ങൾ എന്താക്കുക, മോഡൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങാൻ കോൺഫിഡൻസ് കൊണ്ട് ബിൽഡ് ചെയ്യുക. അടുത്ത എക്സാമിലേക്ക് മൂവ് ചെയ്യുക. പബ്ലിക് എക്സാം നമുക്ക് പൊളിച്ചെടുക്കണം. അത് തന്നെ. സോ ഇത്രയും നമുക്ക് പറയാനുള്ളത്. അടിപൊളി പഠിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മക്കളെ, അടുത്ത വീഡിയോ കാണാം. ബൈ.